വിഷയമില്ല. അതായത് അങ്കമാലിക്കാരൻ ചെമ്പൻ വിനോദിന്റെ അനിയെ ഉല്ലാസനെ പിടിച്ച പടം അമ്മാതിരി. അതായത് ഓരോ വിഷുവായാലും നമുക്ക് കിട്ടുന്നതാണ്. അത് മേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ വീട്ടിൽ തന്നെ. അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ BGM കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുക. ഇപ്പൊ അത് രസമാണത് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാതെ നമ്മൾ എന്തുകൊണ്ടും തിയേറ്റർ വാച്ചും മസ്റ്റ് തിയേറ്റർ വാച്ചും എന്ന് വേണമെങ്കിൽ പറയാം. കിടിലം പടം നമുക്ക് തകർത്ത് വരുന്നുണ്ട്. അത് കുറെ കൂടി പ്രൊമോഷൻ കൊടുക്കുന്ന പടത്തിന് മസ്റ്റ് വാച്ച് തിയേറ്റർ കേട്ടോ. ഉഗ്രം ഉഗ്രം ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കുക. നമ്മളിങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് പോകും. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുമോ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ കണ്ടോ? അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി കണ്ടിട്ട് കാണാം. വേറൊന്നുമില്ല പറയാൻ. എന്തെങ്കിലും ഒന്നുകൂടെ പറ. നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എങ്ങനെയുണ്ട്? താങ്ക് യു സോ മച്ച്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാ, നിങ്ങൾ പടങ്ങളാണ് എലിക്കൊണ്ടൊന്നും പറയില്ല. ഗംഭീരമാണ്. നല്ല പടമായിട്ട് ഗംഭീരമായിട്ട് എല്ലാവരും കയറി കാണും. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടൈപ്പ് പടം. കൊള്ളാവോ? അടിപൊളിയാണോ? അടിപൊളി. എല്ലാവരും പോയി കാണണം. ഭയങ്കര സന്തോഷം. എല്ലാരും സിനിമ കാണാൻ ഞങ്ങൾ തന്നെ നമ്മളെന്നെ ഭയങ്കര സന്തോഷം. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത് ഔട്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളവർ പറയട്ടെ. താങ്ക് യു. പൊളിച്ചിട്ട് മെറിനൊക്കെ മെറിനൊന്ന് വെളി കണ്ടു. മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഇട്ടിട്ട് അടിക്കുന്ന മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്താന്നറിയില്ല. കാരണം കുറച്ച് സമയം ഞങ്ങൾക്ക് ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് വരാം. നിങ്ങൾ പടം കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കണ്ട ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ആ എഫേർട്ട് കാണാൻ, ഒരു പുതിയ സംവിധായകനുപരി ആളുടെ ക്രാഫ്റ്റ് കാണാൻ പറ്റും. അത് നല്ലൊരു ഇതേപോലത്തെ ക്യാരക്ടർ എല്ലാ സിനിമകളും വേറെ വേറെ ക്യാരക്ടേഴ്സ് കിട്ടാന്നുള്ളതാണ് ഭയങ്കര ചേഞ്ചുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനത്തെ വേറെ ഡിഫറെന്റ് മൂവി ഒക്കെ ചെയ്യാന്നുള്ളത്. മണികണ്ഠൻ ചേട്ടൻ എനിക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞില്ല. കുറച്ചായി ഞാനിങ്ങനെ കിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്. വലിയ അടിപൊളിയാണ്. എല്ലാവരും പ്രവീൺ, മെറിൻ, എല്ലാവരും മേഘ, ചെമ്മൻ ചേട്ടൻ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ബാക്കി ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞില്ലേ, അത് ശരിയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. മൊത്തത്തില് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പടം കണ്ടപ്പോൾ ലിജോസ് പെലിശ്ശേരി പടം കണ്ടുപോലെ തോന്നിയാണ്. മേക്കിങ്ങൾ ഉഗ്രനാണ്. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. ചെമ്പൻ വിനോദ് താർത്തുണ്ട്, ബുക്ക്മാൻ എല്ലാം താർത്തുണ്ട്. സിനിമാറ്റോഗ്രാഫിയിലെ ഉഗ്രനാണ്. BGM ഉഗ്രനാണ്. ഒരു നിമിഷം പോലും ബോഡിക്കില്ല. എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈനർ. ഒരു സർപ്രൈസ് ഹിറ്റായി. രോമാഞ്ച് ഹിറ്റാണ് പോലെ ഹിറ്റായ പോലെ വലിയ ഹിറ്റായി. കുറച്ചൊരു മാർക്കറ്റ് ചെയ്ത ഭയങ്കര ഹിറ്റായി. മഞ്ഞുമൽ ബോയ്സിലെ പോലെ ഹിറ്റാണ്ട് പടമാണ്. ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വെറുതെ വന്ന് കണ്ടതാണ്. ഞാൻ ഇടയ്ക്ക് അറിഞ്ഞ് കൊണ്ടിരുന്നത് ഉഗ്രം പടം. മേക്കിങ്ങൾ ഉഗ്രനാണ്. തല്ലുമാല പോലെ ആക്ഷൻ സീക്വൻസ് അല്ല. പിന്നെ BGM ഉഗ്രനാണ്. സിനിമാറ്റോഗ്രാഫി ഉഗ്രനാണ്. ഒരിക്കലും വിചാരിച്ചില്ല എത്ര നല്ലതായിരിക്കും. ചെമ്പൻ വിനോദിന്റെ പെർഫോമൻസ് ഉഗ്രനാണ്. എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. ഈ കിട്ടുന്ന പടം ഇങ്ങനെ പടം കണ്ടിട്ടില്ല. ലിജോസ് പെലിശ്ശേരി പടം കാണുന്നു. ഭയങ്കര മേക്കിംഗ്. ഒരിക്കലും വിചാരിച്ചില്ല എത്ര നന്നാവും. കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ രോമാഞ്ചം പോലെ വലിയ ഹിറ്റായിരുന്നു.
അഞ്ചേക്കെല്ലാം പൊറോട്ട കണ്ടു. നമ്മുടെ ചെമ്പൻ വിനോദ് ജോസിന്റെ ഗംഭീര അഭിനയം എന്ന് തന്നെ പറയാം. പിന്നെ ഉല്ലാസ് ചെമ്പന്റെ മികച്ച ഡയറക്ഷനാണ്. ഒരു തീക്കൊള്ളി മരണമാസ് എൻഗേജിങ് ത്രില്ലർ എന്ന് തന്നെ പറയാം. ഒരു പോലീസ് ക്രൈം ത്രില്ലർ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്ന മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമയാണ്. പിന്നെ സെന്തിൽ കൃഷ്ണര, നമ്മുടെ മണികണ്ഠൻ, അങ്ങനെ ഉള്ള മികച്ച പെർഫോമൻസ് വൈസ് ഗംഭീരമാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു പുതിയൊരു ആസ്വാദനമാണ്. യുവിന്റെ പുസ്തകം ഭീമന്റെ ദയക്ക് ശേഷം ശക്തമായിട്ടുള്ള ഒരു ചെമ്പോക്സി ഫിലിംസിന്റെ ഒരു പ്രൊഡക്ഷൻ രീതി വർക്കൗട്ട് ആയി പോയിട്ടുണ്ട്. BGM മ്യൂസിക് വർക്കൗട്ട് ആയി പോയിട്ടുണ്ട്.